2, 3, go. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിൽ മിക്കവരും കണ്ടിട്ടുള്ളൊരു സിനിമയായിരിക്കും PK. അതിൽ രസകരമായൊരു ഭാഗമുണ്ട്. ഇത് നായകൻ ഒരു കടയിലേക്ക് അവിടുന്ന് മേടിച്ച വിഗ്രഹം തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് പറയാണ്, ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇതിന് ബാറ്ററി എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണോ, ഇനി വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ നോക്കാൻ പറഞ്ഞിട്ടാണ് ഇയാൾ കൊണ്ട കൊടുക്കുന്നത്. അയാളുടെ പരാതി ഇതാണ്, ഇതിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത് ഉത്തരം തരുന്നില്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അയാൾ മേടിച്ചുകൊണ്ട് പോകണേ. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണും ഈ നായകൻ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്, അതായത് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ റോങ് നമ്പറിലാണ്, അതുകൊണ്ടാണ് ദൈവത്തെ കണക്ട് ചെയ്യാനായിട്ട് പറ്റാത്തത്. നമ്മുടെ കോളുകളൊക്കെ പോകുന്ന റോങ് നമ്പറിലേക്കാണ്. ഇതൊരു സിനിമയിലെ ഒരു ആക്ഷേപമായിട്ട് നമുക്ക് മാറ്റി നിർത്തിയാലും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമുക്കും തോന്നിയിട്ടില്ലേ, നമ്മുടെ ചോദ്യങ്ങൾ, ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ ഉത്തരം തരപ്പെടാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ദൈവത്തോട് ചേർന്ന് നിന്നിട്ടൊന്നും ഒരു ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ഒന്നും അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ നമുക്ക് ധ്യാനത്തിനായിട്ട് തരുന്നൊരു സുവിശേഷ ഭാഗം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് ഈശോ പറയുന്ന വചനഭാഗമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനത്തിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനാണ് മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളാണ്, നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഈ കണക്ഷൻ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ കുറവുകൾ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിന് അനുഭവിക്കാനായിട്ട് പറ്റാതെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹത്തിന്റെ തലേ ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് പോയത് ഓർക്കാണ്. നല്ല എല്ലുകപ്പയൊക്കെ ആയിരുന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ കഴുകാനായിട്ട് ചെല്ലുമ്പോൾ ടാങ്കിന്റെ അവിടെ കൈ കഴുകാനൊക്കെ എടുക്കുന്ന അവിടെ ചെറിയ ബഹളമൊക്കെ ഉണ്ട്. അതിന് വെള്ളത്തിന് എന്തോ ഒരു മോശം മണമുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്മെല്ല് ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പം അങ്ങനെ ആൾ ടാങ്കിൽ പോയി നോക്കി, ടാങ്കിലൊന്നും കാണാനൊന്നുമില്ല, പക്ഷെ ടാങ്കിലെ വെള്ളം മുഴുവൻ ഇങ്ങനെ പൊല്യൂട്ടഡ് ആണ്, ഭയങ്കര ഒരു മോശം മണമുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ടാങ്കിലേക്ക് വെള്ളം വരുന്നത് നോക്കുമ്പോൾ അതൊരു മലയുടെ അടിവാരത്തുള്ള ഒരു വീടാണ്. ഓലിയിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് അവിടേക്ക് വെള്ളം കൊണ്ടുവരാണ്. കിണറൊന്നുമല്ല, ഒരു ഓലിയിൽ നിന്ന് ഉറവയിൽ നിന്ന് ഇങ്ങനെ ചെറിയ പൈപ്പ് കണക്ഷൻ ഇട്ട് നേരെ വെള്ളം ഇങ്ങനെ ഒഴുകി ടാങ്കിലേക്ക് വരികയാണ്. അപ്പോൾ ആ പൈപ്പിന്റെ വഴി ഇങ്ങനെ നടന്നു പോയി നോക്കുമ്പോൾ നടുക്ക് എവിടെയോ വെച്ചിട്ട് ഈ പൈപ്പ് ഇങ്ങനെ പൊട്ടിച്ച് അതിലേക്ക് ഒരു കീടനാശിനിയുടെ കുപ്പ ആരോ അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത വീട്ടിലുള്ള ആരോ ശത്രുക്കളാരോ ചെയ്തതാണ്. പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പക്ഷേ ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളത് നമ്മുടെ ഈ കണക്ഷൻസ്, അതായത് ദൈവമായിട്ടുള്ള കണക്ഷൻ ആവാം, നമ്മുടെ ജീവിതത്തിലേക്ക് ഉറവുകളിൽ നിന്നുള്ള കണക്ഷനുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അത് എവിടെയെങ്കിലും വെച്ചിട്ട് ബ്രേക്കായി പോയാൽ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് മറ്റു ചില വഴിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതൊക്കെ ചിലപ്പോൾ മോശമായിട്ട് മാറും, അല്ലെങ്കിൽ നന്മകൾ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട്, സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാനൊക്കെ നമുക്ക് പറ്റാതെ പോകും. പക്ഷെ നമ്മൾ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്ന അതാണ്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഫലം ഇല്ലാത്തവരായിട്ട് പോകുന്നുണ്ടെങ്കിൽ, നമുക്ക് ദൈവം തരുന്ന സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾ ഫലം തരാത്തതായിട്ട് മാറുന്നുണ്ടെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട കാര്യം അതാണ്. നമ്മളാകുന്ന ശാഖ ഈ തണ്ടിനോട് ചേർന്ന് തന്നെയാണോ നിൽക്കുക, അല്ലെങ്കിൽ ഈശോയോട് ചേർന്ന് തന്നെയാണോ നമ്മൾ നിൽക്കുക, ആ ബന്ധം ഓക്കെ ആണോ? നമ്മൾ അതല്ലാണ്ട് എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറാനായിട്ട് പറ്റില്ല. ഫലം വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. ഈ വേര് വളം വലിച്ചെടുത്ത് അതിൻ്റെ ജീവരാശി ശാഖകളിലേക്ക് സ്വാഭാവികമായിട്ട് ഒഴുകുമ്പോഴാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറാനായിട്ട് പറ്റുക. നമ്മൾ എത്രത്തോളം തായ്തണ്ടിൽ നിന്ന് അകലെയാണോ, അല്ലെങ്കിൽ തായ്തണ്ടിൽ നമ്മുടെ ബന്ധം എത്രത്തോളം മുറിഞ്ഞു പോകുന്നോ അത്രത്തോളം നമ്മൾ ഫലമില്ലാത്തവരായിട്ട്, ജീവിതത്തിൽ സന്തോഷമില്ലാത്തവരായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ നിന്ന് പോയിട്ട് പരിശോധിക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാണോ? ഇനി അല്ല എങ്കിൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് ഈ ബന്ധത്തിന് കുറവ് വന്നത്? ആ ബന്ധങ്ങളെ പരിഹരിക്കാനായിട്ട് വീണ്ടും തായ്തണ്ടിനോട് ചേർന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇത് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.